കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മലയോര ഹൈവേയിൽ മാലോംപറമ്പ റോഡ് ജംഗ്ഷനിൽ 24 മണിക്കൂർ ഉപവാസം ആരംഭിച്ചു. മലയോര ഹൈവേയിലെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം അപകടങ്ങൾ തുടർക്കഥയാവുകയും അപകടത്തിൽപ്പെട്ട് നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടും അധികൃതർ കാണിക്കുന്ന നിസ്സംഗതയ്ക്കെതിരെയാണ് ഉപവാസം. കാറ്റാൻകവലിയിൽ നിന്നും വള്ളിക്കടവിലേക്ക് വരുന്ന ചെങ്കുത്തായി ഇറക്കത്തിൽ മറ്റപ്പള്ളി വളവിലെ റോഡിന് വീതി കൂട്ടി അവിടുത്തെ ലെവൽസിലും അലൈൻമെന്റിലും വന്നിരിക്കുന്ന അപാകതകൾ പരിഹരിക്കുക, ചുള്ളി മരുതോംതട്ട് കാറ്റാൻകവല വനമേഖലയിലെ മലയോര ഹൈവേയുടെ പണി ഉടൻ പുനരാരംഭിക്കുക, ഇട്ടിത്തട്ട് എസ് വളവിലും അതിനു താഴെയും ലെവൽസിലും അലൈൻമെന്റിലും വന്ന അപാകതകൾ പരിഹരിക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാലോംപറമ്പ റോഡ് ജംഗ്ഷനിൽ ഉപവാസം ആരംഭിച്ചത്. ബളാൾ, വെസ്റ്റ് എളേരി, ഈസ്റ്റ് എളേരി പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളും പ്രവർത്തകരും പങ്കെടുക്കുന്ന ഉപവാസം കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിക്കുന്ന ആ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന CPM പാർട്ടിക്കോ LDFനോ ഈ മലയോര മേഖലയിലെ വികസനങ്ങൾ എന്താണ്, അത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജു കട്ടക്കയത്തിന്റെയും അതുപോലെ തന്നെ ഈ സമരസമിതി നേതാക്കളുടെയും നേതൃത്വത്തിൽ ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ കൃത്യമായി കാര്യങ്ങൾ അവരെ കൃത്യമായി നിവേദനം മുഖാന്തരവും നേരിട്ടും ബന്ധപ്പെട്ട അധികാരികളെ, കളക്ടറെ ഉൾപ്പെടെ ബന്ധപ്പെട്ട ജനപ്രതിനിധികളെ ഉൾപ്പെടെ മന്ത്രിമാരുടെ ശ്രദ്ധയിൽ പോലും പെടുത്തിയിട്ട് പോലും ഇതേ കോൺട്രാക്ട് എടുത്ത ഊരാലുങ്കൽ സൊസൈറ്റിയെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ ഈ ഗവൺമെന്റിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിക്കുന്നില്ല. സമരസമിതി ചെയർമാൻ ടോമി പ്ലാച്ചേരി അധ്യക്ഷനായി. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രാജു കട്ടക്കയം, DCC വൈസ് പ്രസിഡന്റുമാരായ BP പ്രദീപ് കുമാർ, PG ദേവ്, ജനറൽ സെക്രട്ടറിമാരായ PV സുരേഷ്, ഹരീഷ് P നായർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.